السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادعوهم لآبائهم هو أقسط عند الله. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് പടച്ചവൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. മാതാപിതാക്കളോടുള്ള കടമയും അവർക്ക് നന്ദിയും നന്മയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചത്. അതിൽ ഉമ്മയോടുള്ള കടപ്പാടിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും നാം എടുത്ത് പറയുകയുണ്ടായി. ഇനി ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പിതാക്കളോടുള്ള കടപ്പാടിനെ കുറിച്ചാണ്. മാതാക്കൾക്ക് ഇസ്ലാം പ്രഥമ സ്ഥാനം നൽകുമ്പോൾ തന്നെ പിതാക്കളുടെ സ്ഥാനം ഒട്ടും ഇസ്ലാം കുറച്ചു കാണിക്കുന്നില്ല. പ്രവാചകൻ്റെ അടുത്ത് വന്നൊരു സഹാബി ചോദിച്ചത് നമുക്കറിയാലോ. മൻ അഹഖു ബിഹുസ്നി സുഹ്ബത്തി, ഞാൻ എൻ്റെ ഭൗതിക ലോകത്തിലെ എൻ്റെ സഹവാസത്തിലും പെരുമാറ്റത്തിലും ഏറ്റവും കൂടുതൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം ഉമ്മയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അബൂഖാനിൻ്റെ ഉപ്പയോടാണ് എന്നാണ്, അല്ലേ? അപ്പോൾ ഉപ്പയുടെ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം എടുത്ത് കുറച്ചു കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആരാണ് പിതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ പിതാവിനോടുള്ള കടമയും കടപ്പാടിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി ഈ ലോകത്ത് ജനിക്കാൻ കാരണക്കാരനായവനാണ് അവൻ്റെ പിതാവ്. ഒരു വ്യക്തി അറിയപ്പെടുന്നതും വിളിക്കപ്പെടുന്നതും പിതാവിലേക്ക് ചേർത്തുകൊണ്ടാണ്. ഇന്നാളുടെ മോൻ, ഇന്നാളുടെ മകൻ എന്ന് പറഞ്ഞാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് പിതാക്കൾ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ 5-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. ഉദ്ഉഹും, നിങ്ങൾ അവരെ വിളിക്കണം, ലിആബാഇഹിം, പിതാക്കന്മാരിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കണം. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവമായിട്ടുള്ളത്. അപ്പോൾ ഒരാളെ ചേർക്കേണ്ടത് തൻ്റെ പിതാവിലേക്കാണ് എന്നാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സ്ഥാപകനാണ് പിതാവ് എന്നുള്ളത്. മാത്രവുമല്ല, കുടുംബത്തിന് ധനം ചെലവഴിക്കുന്നതും പിതാവാണ്. ഭാര്യയ്ക്കും കുട്ടികൾക്കും പഠനത്തിനും എല്ലാ ആവശ്യത്തിനും നമ്മൾ സമീപിക്കുന്നത് നമ്മളെ പിതാക്കന്മാരെയായിരുന്നു.
ചെറുപ്പം മുതൽക്കേ, അല്ലേ? നമുക്കിടെ എല്ലാ സാമ്പത്തിക ചെലവുകളും നിർവഹിക്കുന്നത് പിതാക്കളാണ്. പിതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബാങ്ക് മാതിരിയാണ്. ഒരു കണക്കും എഴുതി വെക്കാത്ത, തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത, പലിശ വാങ്ങാത്ത ഒരു ബാങ്കാണ്. എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് ആ ബാങ്കിനെ സമീപിക്കാം. അതിൻ്റെ വരുമാനം എവിടെ നിന്നാണ് എന്ന് അതിൻ്റെ ഓണറായ പിതാവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ ബാങ്കിലെ വരുമാനം നിലക്കുന്നൊരവസരമുണ്ട്. അതിനെക്കുറിച്ച് ഇതിൽ നിന്നും ആനുകൂല്യം പറ്റിയ എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ പിതാവ് ചെലവഴിക്കുന്നത് കൊണ്ടാണ് പിതാവിന് കുടുംബത്തിൻ്റെ നേതൃത്വം കൊടുത്ത് പിതാവാണ് കുടുംബ നേതൃത്വം വഹിക്കേണ്ടതെന്ന് ഖുർആൻ പറയാൻ കാരണം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا على أموالهم. الرجال പുരുഷന്മാർ ഖവ്വാമൂന അലൻ നിസാ സ്ത്രീകളുടെ മേൽ ഭരണകർത്താക്കളാണ്. അഥവാ കുടുംബത്തിൻ്റെയും സ്ത്രീകളുടെയും ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് പിതാവാണ്. എന്തേ കാരണം? ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്, അള്ളാഹു ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. ഒബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് പിതാക്കൾ. അവരുടെ ധനമാണ് ചെലവഴിക്കുന്നത്. അവരുടെ ധനമാണ് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്, വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, അല്ലേ? പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തെ നമ്മൾ എന്താ പറയുക? യതീമാണ് കുടുംബം, അനാഥ കുടുംബം എന്നാ പറയുക, നാഥനില്ലാത്ത കുടുംബം എന്നാ പറയുക, അല്ലേ? അപ്പോൾ പിതാവ് എന്നുള്ള ആ പിതാവിനുള്ള സ്ഥാനം കുടുംബത്തിൽ നമ്മൾക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും പരാതികൾ തീർക്കുന്ന, എല്ലാവരുടെയും പരാതികൾ കേൾക്കുന്ന, എന്നാൽ ആരോടും പരാതിയില്ലാത്തവനാണ് പിതാവ്. കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രയാസങ്ങൾ മറ്റാരെയും അറിയിക്കാതെ നീറി പുകഞ്ഞ് ജീവിക്കുന്നവനാണ് പിതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മെ ഈ നിലയിൽ എത്തിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ. ആ കരങ്ങൾ പിടിച്ചുകൊണ്ടാണ് നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയത്. ജീവിതത്തിൻ്റെ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിച്ചത് പിതാക്കളിൽ നിന്നാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തന്നത്, നമ്മളറിയാത്തത് നമ്മൾ ഉപ്പനോടാണ് ചെറുപ്പം മുതലേ ചോദിക്കൽ, അല്ലേ? എന്താണത്, എന്താണ് ഇത് എന്നൊക്കെ, അല്ലേ? നമുക്ക് പുതിയ പാഠങ്ങൾ അവരാണ് പഠിപ്പിച്ചത്. നമ്മൾ ആദ്യമായി പട്ടണം കാണിച്ചു തന്നത്, കടൽ കാണിച്ചു തന്നത്, നമ്മൾ സ്കൂളിലേക്ക് ആദ്യമായി സ്കൂളിൽ ചേർക്കാനുമായി കൊണ്ടുപോയത്, നമ്മുടെ കൂടെ പിതാവിൻ്റെ കൂടെ വിനോദയാത്ര പോയത്, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ പിതാവുമായി നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെ പിതാവുമായി അഭേദ്യ ബന്ധമാണ് മക്കൾക്കുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ വലുതായി വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ നിങ്ങൾക്ക് ദേഷ്യക്കാരനാണ്, ഉപ്പ കണിശക്കാരനാണ്, സ്നേഹമില്ലാത്തവനാണ്, ഒരു മുരടൻ സ്വഭാവക്കാരനാണ് എന്നൊക്കെ ചില ആളുകൾ പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഉപ്പ ചെറുപ്പത്തിൽ കർക്കശ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. പല തിന്മകളിൽ നിന്നും നമ്മളെ തടഞ്ഞത് ഉപ്പയുടെ ആ കർക്കശ നിലപാടാണ്. ഉപ്പാൻ്റെ വിയർപ്പാണ് നമ്മുടെ ആരോഗ്യം, അല്ലേ? ഉപ്പ കൊണ്ട വെയിലാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ തണൽ. ഗൾഫിലൊക്കെ ഉള്ള പിതാക്കന്മാർ ഓവർ ടൈം എടുത്ത് രാത്രിയെ പകലാക്കി ജോലി ചെയ്തതിൻ്റെ, അങ്ങനെ അധ്വാനിച്ചതിൻ്റെ സൗകര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലേ? അങ്ങനെ ആ പിതാവിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മക്കൾ തിരിച്ചറിയാതെ പോവുകയാണ്. പക്ഷേ പുറമേ ഗൗരവക്കാരനായ പിതാവിൻ്റെ ഉള്ളിൽ എന്നോടുള്ള അദമ്യമായ സ്നേഹം സൂക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? പിതാവ് നമ്മളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ, കയർത്ത് സംസാരിച്ചാൽ, കുറച്ച് കഴിഞ്ഞാൽ പിതാവ് രഹസ്യമായി ഉമ്മയോട് പറയാറുണ്ട്, എന്താണ്, ഞാൻ അവനോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, ഇനിയോടെ നമ്മൾ സമാധാനിപ്പിക്കുക എന്ന്. ആ സ്നേഹം ഉള്ളിൽ, അവൻ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. നീ വരാൻ അല്പം വൈകിയാൽ എവിടെ പോയ എൻ്റെ മകൻ എന്നന്വേഷിക്കുന്ന പിതാവ്, നീ ഉണരുന്നതിന് മുമ്പ് പുറപ്പെടുന്ന പിതാവ്, നീ ഉറങ്ങിയതിന് ശേഷമാണ് ചെറുപ്പത്തിൽ വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എൻ്റെ മകനെവിടെ, മകളെവിടെയാണെന്നാണ്, അല്ലേ? ആ മകനോ മകൾക്കോ ഒരു മുത്തം നൽകിയിട്ടാണ് പിതാവ് പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്, അല്ലേ? ഇപ്പോൾ ഉപ്പക്ക് പ്രായമായി, ഉപ്പക്ക് രോഗമായി, ശയ്യാവലംബിയായി നിൻ്റെ വീട്ടിലുണ്ട്. ഈ ഒരു അവസരം നിനക്കൊരു സുവർണാവസരമാണ്. അവർക്ക് സേവനം ചെയ്ത് നന്മയും നന്ദിയും ചെയ്ത് അവകാശിയായി തീരാനുള്ള അവസരമാണ് നിനക്ക് വന്നത് എന്നാണ് പ്രവാചകൻ പറഞ്ഞു. അൽ വാലിദു ഔസത്തു അബുവാബിൽ ജന്ന, പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ
സ്വർഗത്തിൻ്റെ മധ്യമമായ വാതിലാണ്. സ്വർഗത്തിൻ്റെ മധ്യഭാഗത്തുള്ള നടുഭാഗത്തുള്ള വാതിലാണ് പിതാക്കന്മാർ. ആ വാതിലൂടെ പ്രവേശിക്കുന്നത് പിതാക്കന്മാർക്ക് പുണ്യം ചെയ്ത ആളുകളാണ്, അല്ലേ? ഫഅളിദാലിക്കൽ ബാബ് ഔ ഇഹ്ഫദ്ഹു. രണ്ട് രൂപത്തിൽ നിനക്ക് അങ്ങനെ ആ പിതാവിനെ കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ നിനക്ക് പിതാവിനെ പാഴാക്കി കളയാം, നന്മയും നന്ദിയും ഒന്നും ചെയ്യാതെ ഇന്നത്തെ ആളുകൾ ചെയ്യുന്ന മാതിരി ഉള്ള പ്രവർത്തനങ്ങൾ, മോശമായ പെരുമാറ്റം, അതൊക്കെ നിനക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ ഹിഫ്ളുഹു, അല്ലെങ്കിൽ പിതാവിനെ സൂക്ഷിച്ചുകൊണ്ട് ആ വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണ്. അപ്പോൾ നിനക്ക് പ്രവേശിക്കാൻ വേണ്ടി തുറന്നു വെച്ച വാതിൽ നീ പാഴാക്കിക്കളയരുത്. അവരുടെ പൊരുത്തം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ആ വാതിലിലൂടെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ആ പിതാവിൻ്റെ പുണ്യം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ? ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അവർ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അവർ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് കുറച്ച് പ്രയാസമുള്ളതാണെങ്കിലും ആ കാര്യം നമ്മൾ നിർവഹിക്കണം എന്നാണ്. നമ്മൾ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രം പഠിച്ചിട്ടുണ്ട്. ആ ചരിത്രം പറയുന്നുണ്ട്. അതങ്ങനെ പറയാമെന്നല്ലാതെ നമ്മളത് പ്രവർത്തിയാക്കാറില്ല. ഇസ്മായിൽ നബി ചെയ്ത പിതാവിനെ അനുസരിച്ചത് ഏത് വിഷയത്തിലാണ് പിതാവിനെ അനുസരിച്ചത്? തന്നെ കൊല്ലാനാണ്. യാ അബതി ഫൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പടച്ചവൻ താങ്കളോട് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. ഞാൻ ക്ഷമാശീലനായി സഹനശീലനായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് പിതാവിനോട് പറയുമ്പോൾ എന്ത് കാര്യത്തിനാണ്? തന്നെ കൊന്നുകളയാനുള്ള കാര്യത്തിനാണ് അദ്ദേഹം ക്ഷമിച്ചുകൊണ്ട് പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്. നമ്മൾ പിതാവ് പറഞ്ഞ കാര്യം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ, പ്രയാസമുള്ളതാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അതെന്തെങ്കിലും ഒഴിവായി പറഞ്ഞാൽ ഇന്ന് ഒഴിവാകലാണ്, അത് പ്രാവർത്തികമാക്കാതെ ഒഴിവാകലാണ് നമ്മളെ പ്രവർത്തനം. അദ്ദേഹം അതിന് തയ്യാറാകുകയാണ്, അല്ലേ? ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, പിതാവ് പറഞ്ഞ കാര്യം നമുക്ക് കുറച്ച് പ്രയാസമുള്ളതാണെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് പിതാവിൻ്റെ ആഗ്രഹം നമ്മൾ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടത്, നമ്മൾ താഴ്മയോടെ വിനയത്തോടെ അവരോട് പെരുമാറുക എന്ന്. അതാണ് ഖുർആൻ പറഞ്ഞ വഖ്ഫിദ് ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ. കാരുണ്യം കൊണ്ട് വിനയത്തിൻ്റെ ചിറകിനി അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞത് അതാണ്, അല്ലേ? നമ്മൾ ഇപ്പം പഠിച്ച് ഒരു IAS-കാരനോ കലക്ടറോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്, വലിയ ബന്ധങ്ങളാണ്. പക്ഷേ നീ ഉപ്പാൻ്റെ അടുത്ത് വന്നാൽ, നിൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നാൽ പിതാവിൻ്റെ മകനാണ് എന്നുള്ള രൂപത്തിലാണ് നീ പെരുമാറേണ്ടത്. എന്ത്? പുറത്ത് നല്ല പെരുമാറ്റമൊക്കെ ഉള്ള ആളുകൾ വീട്ടിൽ വന്ന മോശം പെരുമാറ്റം നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല നീ പെരുമാറേണ്ടത്. പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പിതാവിൻ്റെ മകനാണെന്ന ഭാവത്തോടു കൂടി, ബോധത്തോടു കൂടിയാണ് നീ പെരുമാറേണ്ടത്. മൂന്നാമതായി ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നിടത്ത് നീ പിശുക്ക് കാണിക്കരുത്. നിനക്ക് വേണ്ടി, നിന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി, നിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി ധനം ചിലവഴിച്ചവരാണ് നിൻ്റെ പിതാക്കന്മാർ, അല്ലേ? അതുപോലെ അവരിങ്ങോട്ട് ചോദിക്കാതെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നീ ചിലവഴിക്കണം. അതാണ്, അല്ലേ? പിതാക്കന്മാർ രാവിലെ പുറത്തൊക്കെ ഇറങ്ങി സുബഹിസ്കരിച്ച് ചായ കുടിക്കുന്ന ശീലമുണ്ട്. വൈകുന്നേരം അസറസ്കരിച്ച് ചായ കുടിക്കുന്ന ശീലമുണ്ട് ഉപ്പമാർക്ക്. പക്ഷേ അവരുടെ കയ്യിൽ ഇപ്പോൾ സ്വന്തമായിട്ട് പൈസ ഇല്ല, നിങ്ങളോട് ചോദിക്കാൻ പ്രയാസമുണ്ട്. അത് കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യണം എന്നാണ്, അല്ലേ? ഒരിക്കൽ സഹാബി പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് കുറച്ച് സമ്പത്തൊക്കെ ഉണ്ട്, കുട്ടികളും മക്കളും ഭാര്യയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പിതാവ് എൻ്റെ സമ്പത്തിൽ നിന്ന് അല്പം ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പിതാവിന് സമ്പത്ത് കൊടുക്കണോ? പിതാവ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ്റെ മറുപടി നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. ഹൃദയത്തിൽ തട്ടുന്ന, മനസ്സിൽ തട്ടുന്ന വാക്കാ പ്രവാചകൻ പറഞ്ഞത്. അന്തവ മാലുക്കലി അബീക്ക, നീയും നിൻ്റെ ധനവും ഒക്കെ ഉണ്ടല്ലോ, നിൻ്റെ സമ്പത്ത് എല്ലാം നിൻ്റെ ഉപ്പാക്ക് അർഹതപ്പെട്ടതാണ്, നിൻ്റെ ഉപ്പയുടേതാണ് അതെല്ലാം. അതുകൊണ്ട് ഉപ്പ എന്ത് ചോദിച്ചാലും അതിന് നിനക്ക് എതിര് നിൽക്കാൻ പറ്റൂല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അവർക്ക് വേണ്ടി ധനം ചെലവഴിക്കാൻ, ഇല്ല അവരെ മരുന്ന് തീർന്നാൽ അത് വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, അല്ലേ? അതിനൊക്കെ നമ്മൾ പണം കണ്ടെത്തണം. മൂന്നാമതായി. നാലാമതായി, അവർക്കായി നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി ഉപ്പയോട് പറഞ്ഞത് നമുക്കറിയാം. സൂറത്ത് മറിയമിൽ അത് പറയുന്നുണ്ട്. ഉപ്പ പറഞ്ഞു, ലൈലം തൻതയില അർജുമന്നക്ക വഹുജുർനി മലിയ,
നീ നിൻ്റെ ഈ ഏകദൈവ വിശ്വാസവുമായി ഇവിടെ നിലകൊള്ളുകയാണെങ്കിൽ ഇവിടെ നിനക്ക് ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ബിംബങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ഈ പിതാവ് മകനെ ആട്ടിയൊടിക്കുകയാണ്. നിനക്കിവിടെ സ്ഥാനമില്ല, നീ ഇവിടുന്ന് വിട്ടുപോയിക്കൊള്ളണം എന്ന് പറഞ്ഞ പിതാവിനോട്, ദേഷ്യപ്പെട്ട പിതാവിനോട് ഇബ്രാഹിം നബിയുടെ സൗമ്യമായ മറുപടി എന്താണ്? ഖാല സലാമുൻ അലൈക്ക് സസ്തഗ്ഫിറു ലക റബ്ബി. അദ്ദേഹം പറയാണ്, സലാമുൻ അലൈക്ക്, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. സസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കും. അല്ലേ? നമ്മൾ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചാൽ നമ്മൾ അങ്ങോട്ട് ദേഷ്യം പിടിക്കലല്ലേ? ഇവിടെ ഇബ്രാഹിം നബി ഉപ്പനോട് പറയുന്നത്, നിഷേധിയായ പിതാവിനോട് പോലും ഇബ്രാഹിം നബി പറയുന്നതും പെരുമാറുന്നതും ഈ രൂപത്തിലാണെങ്കിൽ നമ്മളെ പിതാക്കന്മാരൊക്കെ അല്പം മോശമായി നമ്മോട് പെരുമാറിയല്ലോ. അവർ പ്രായം അനുസരിച്ച് സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ പല അപാകതകളും വന്നു പോകും, ദേഷ്യപ്പെടും, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അതെല്ലാം നമ്മൾ സഹിക്കുക, ക്ഷമിക്കുക, അല്ലേ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൂടെ നമ്മൾ അല്പം സമയം ചെലവഴിക്കുക, അവരുടെ കൂടെ ചിരിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും അവരുടെ തമാശ പറയുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അല്ലേ? അവരെയും കൂട്ടി നമ്മൾ ടൂറ് പോകുമ്പോൾ അവരെയും കൂട്ടുക, അവർക്ക് സമ്മാനങ്ങൾ നൽകുക. ഇതൊക്കെ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യം. എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നിങ്ങളെ മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ട് കാര്യമല്ല, ആ സ്നേഹം നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ കാര്യങ്ങൾ അവരോട് കൂടിയാലോചിക്കണം. ഭാര്യയുടെയും മക്കളുടെയും അഭിപ്രായം അറിഞ്ഞ് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം മാതാപിതാക്കളുടെ കൂടി കാര്യങ്ങൾ നമ്മൾ മുഷാവറ നടത്തണം, കൂടിയാലോചിക്കണം എന്നാണ്. ഇനി മാതാപിതാക്കൾ മരിച്ചു പോയതാണെങ്കിലോ, ജീവിച്ചിരിക്കുമ്പോൾ എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പുണ്യം ചെയ്യാൻ അവസരം ലഭിച്ചില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മരണശേഷവും അവർക്ക് വേണ്ടി പുണ്യം ചെയ്യാനുള്ള അവസരം ഇസ്ലാം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അവർ മുഖേനയുള്ള കുടുംബബന്ധം, സുഹൃബന്ധം ഇവയൊക്കെ നിലനിർത്തുക. ഉപ്പാൻ്റെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ സന്ദർശിക്കുക, ആ ബന്ധത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കുക, സന്ദർശിക്കുക, അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, ആ ബന്ധം നിലനിർത്തുക. ഒരിക്കൽ മഹാനായ രണ്ടാം ഖലീഫ ഉമറുൽ ഖത്താബിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ, അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ ഒരു അറാബിയെ കണ്ടപ്പം അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ അറാബിനെ ഒട്ടകപ്പുറത്ത് ഇരുത്തി അതിൻ്റെ തലപ്പാവ് അഴിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടപ്പം കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ആരാണ് ഇയാൾ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി, അബൂഹു അഹബ്ബു ഇല അബി ഉമർ. അദ്ദേഹത്തിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു, സുഹൃത്താണ്. അപ്പം അദ്ദേഹമല്ല സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ സുഹൃത്തായ പിതാവിൻ്റെ മകനാണ് ഇയാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് എന്നാണ്. അതുപോലെ തന്നെ പിതാക്കൾ വല്ല വസിയത്ത്, വല്ല കാര്യങ്ങളും ചെയ്യണം എൻ്റെ മരണശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റണം. അവരുടെ കടങ്ങൾ നമ്മൾ വീട്ടണം, അല്ലേ? അതുപോലെ തന്നെ മരണശേഷം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമസ്കാരാനന്തരവും തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ ഹജ്ജിനും ബുറക്കൊക്കെ പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി ഗഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ തുടങ്ങിയ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്ന് പ്രവാചകനോട് ചോദിക്കേണ്ടേ, പ്രവാചകരെ, മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം എനിക്ക് അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, നഅം അസ്സലാത്തു അലൈഹിമ വൽ ഇസ്തിഗ്ഫാർ ലഹുമ. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ അവരുടെ ശേഷക്രിയകൾ, സംസ്കരണക്രിയകൾ ഭംഗിയായി നിർവഹിക്കുക, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. വഇൻഫാദു അഹദുഹുമ മിൻ ബഅദിഹിമ, അവർക്ക് ശേഷം അവർ ചെയ്ത കരാറുകളും വാഗ്ദാനങ്ങളും വസിയത്തുകളും നിറവേറ്റുക. വസിലത്തുർ റഹിമില്ലത്തി ലാ തുസലു ഇല്ലാ ബിഹിമ, അവർ മുഖേനയുള്ള കുടുംബ ബന്ധങ്ങൾ, പിതാവിൻ്റെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കുക, മാതാപിതാക്കളുടെ കുടുംബ ബന്ധങ്ങൾ നീ ചേർക്കുക. വൈക്രാമു സദീഖിഹിമ, അവരുടെ സുഹൃത്തുക്കളെ, അവരുടെ ചങ്ങാതിമാരെയൊക്കെ നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക. ഇങ്ങനെ മാതാപിതാക്കൾക്ക് അവർ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലും മരണാനന്തരവും പുണ്യം ചെയ്യുന്നവരായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ ചിന്തിക്കുക, ചെറുപ്പം മുതലേ നമുക്ക് നന്മ ചെയ്ത, നമ്മളെ സഹായിച്ച, നമുക്ക് ഉപകാരം ചെയ്ത ഒരാൾ, അയാൾ നമ്മൾ വലുതാകുന്നവരെ അങ്ങനെ തുടർന്നു.
അങ്ങനെ ചെയ്ത ഒരാൾക്ക് നമ്മൾ അങ്ങോട്ട് തിരിച്ചും പുണ്യം ചെയ്യൂലേ? അല്ലേ? ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയല്ലാതെ എന്താണ് പ്രതിഫലം? അങ്ങനെ ഉപകാരം ചെയ്ത ഒരാളാണ് നമ്മളെ പിതാക്കൾ. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ പിതാക്കളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നമ്മളെ മക്കളത് കാണട്ടെ, അവരത് പകർത്തട്ടെ. അങ്ങനെ അവർ നമുക്കും അവർ പുണ്യം ചെയ്യും എന്നാണ്. ബർറു ആബാഅക്കും തബറക്കും അബ്നാഅക്കും ഇമാം തബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നിങ്ങളെ പിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യുക, എന്നാൽ നിങ്ങളെ മക്കൾ നിങ്ങളോട് പുണ്യം ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ആ പ്രവർത്തനം അവർ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അവർ നിങ്ങൾക്കും പുണ്യം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. കാരണം അതിന് ശിക്ഷ ഭയങ്കരമാണ്. ഇഹലോകത്ത് വെച്ച് തന്നെ അതിന് ശിക്ഷ ലഭിക്കുമെന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത്. ഇസ്നാനി യുഅജ്ജിലുഹുമുല്ലാഹു ഫിദ്ദുനിയ അൽ ബഗ്യു വഉഖൂഖുൽ വാലിദൈൻ. 2 തെറ്റുകൾ അതിൻ്റെ ശിക്ഷ ഇഹലോകത്ത് വെച്ച് തന്നെ അല്ലാഹ് പെട്ടെന്ന് നൽകും. ഒന്ന് എന്താണ്? അൽ ബഗയു, അക്രമം പ്രവർത്തിക്കലും. 2 അത് അതേമാതിരി മാതാപിതാക്കളെ ഉപദ്രവിക്കലുമാണ്. ഉഖൂഖുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വെറുപ്പിക്കുക, അവരെ ഉപദ്രവിക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ആ പ്രവർത്തനം? അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരോട് ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിക്കുക, അവരെ കൽപ്പന അനുസരിക്കാതിരിക്കുക, മാതാപിതാക്കളുടെ ന്യൂനത മറ്റുള്ളവരോട് പറയുക, അവരോട് കാര്യങ്ങളിൽ കൂടിയാലോചിക്കാതിരിക്കുക, അവരുടെ അഭിപ്രായം മാനിക്കാതിരിക്കുക, മാതാപിതാക്കളിലേക്ക് ചേർത്ത് പറയുന്നതിൽ മോശമായി തോന്നുന്നു, അവരുടെ മോനാണെന്ന് പറയുന്നത് മോശമായി തോന്നുക. കാരണം വാപ്പ മീൻ വിറ്റോ അല്ലെങ്കിൽ വളരെ അങ്ങനത്തെ നല്ല ജോലികളെടുത്ത് ജീവിച്ചിരുന്ന ആളാണ്. ഇപ്പം ഇവൻ്റെ പൊസിഷനിലെത്തിയപ്പോൾ വാപ്പയിലേക്ക് ചേർത്ത് പറയുന്നത് അവന് മോശമായി തോന്നുക. രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കുക, അവർ മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുക, അവരുടെ സ്വത്ത് ലഭിക്കാൻ, മരിച്ചാൽ സ്വത്ത് കിട്ടുമല്ലോ അങ്ങനെ ആഗ്രഹിക്കുക, അല്ലേ? ഭാര്യ മക്കളുടെ അഭിപ്രായത്തിന് മുൻഗണന കൊടുക്കുക. ഇതൊക്കെ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഏറ്റവും മോശമായ ഏറ്റവും ഉന്നത ഭാവമാണ് അവരെ ഉപദ്രവിക്കലും വീട്ടിൽ നിന്ന് പുറത്താക്കലും അവരെ കൊല ചെയ്യുക എന്നുള്ളതൊക്കെ. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അലാ ഉനബ്ബിയുക്കും ബി അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്, പ്രവാചകരെ അതേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുവെക്കുക, വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവം ചെയ്യുക എന്നാണ്. നാളെ പരലോകത്ത് ഇങ്ങനെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകളെ അള്ളാഹു മൈൻഡ് ചെയ്യൂല. അള്ളാഹുവിൻ്റെ കടാക്ഷവും കാരുണ്യവും അവർ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. 3 വിഭാഗം ആളുകളെ ലാ യൻളുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ നോക്കൂല. ആരാണ്? അൽ ആഖുലിൽ വാലിദൈഹി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആൾ, വ മുദ്മിനുൽ ഖംർ, മുഴുക്കുടിയനായ ആൾ, വൽ മന്നാൻ, ചെയ്ത അനുഗ്രഹം എടുത്തു പറയുന്ന ആൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. മാതാപിതാക്കൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവർക്ക് സേവനം ചെയ്ത്, അവർക്ക് നന്മ ചെയ്ത്, നന്ദി ചെയ്ത്, കടപ്പാടുകൾ നിർവഹിച്ച് സ്വർഗം നേടാൻ ആളുകളിൽ ഞാൻ ഉൾപ്പെടും എന്ന് ഒരു പ്രതിജ്ഞ എടുക്കുക. അവർ മരിച്ചുപോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ വസിയത്ത് നടപ്പിലാക്കുക, അവരുടെ കുടുംബബന്ധം ചേർക്കുക. അങ്ങനെ ആ പുണ്യം കരസ്ഥമാക്കുമെന്നുള്ള പ്രതിജ്ഞ നമ്മൾ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നമുക്ക് അള്ളാഹു ദീർഘായുസ് നൽകും. അതാണ് ഗുഹയിൽ കുടുങ്ങിയ ഒരാൾ പ്രാർത്ഥിച്ചത് എന്താണ്? മാതാപിതാക്കൾക്ക് ചെയ്ത പുണ്യം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ തടസ്സം നീങ്ങി അവർക്ക് പുറത്തു വരാനും ദീർഘായുസ് ലഭിക്കാനും കാരണം ഉണ്ടായത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, നമ്മളാക്കിയ, നമ്മളെ മാതാപിതാക്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവരുടെ പൊരുത്തവും പ്രീതിയും കരസ്ഥമാക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം അള്ളാഹു നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ തുടങ്ങി എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.